ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ജലൻ പുലാങ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ മെർസീന എന്നൊരു സ്ത്രീ തൻ്റെ മകളുടെ മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്നതായിട്ട് കാണിക്കുന്നു. മോളെ, എന്നോട് ക്ഷമിക്കണം, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയുന്നു. എന്നാൽ പെട്ടെന്ന് മെർസീനയുടെ ഭാവം മാറുന്നു. ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിൽ അവൾ കത്തിയെടുത്ത് താൻ വളർത്തുന്ന ആളുകളെ ക്രൂരമായി വെട്ടിക്കൊല്ലാൻ തുടങ്ങുന്നു. നിങ്ങളെന്നോട് ചെയ്തതിനെല്ലാം അനുഭവിക്കും, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് ആരോടെന്ന പോലെ ശപിച്ചുകൊണ്ട് അവൾ അടുത്തുള്ള ഒരു വലിയ ബംഗ്ലാവിലേക്ക് നോക്കുന്നു. അതേസമയം ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ ഒരു അച്ഛനെയും അമ്മയെയും മകളെയുമാണ് കാണിക്കുന്നത്. മകള് ലാസിനിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ കുട്ടിയാണ് കഥയിലെ ഹീറോയിൻ. സന്തോഷത്തിനിടയിൽ അച്ഛൻ ഹീറോയിനോട് പറയുന്നുണ്ട്, മോളെ, നീ എവിടെ പോയാലും നിന്റെ വീട് മറക്കരുത്, ഇവിടേക്ക് തിരിച്ചു വരണമെന്ന്. എന്നാൽ ആ ആഘോഷം പെട്ടെന്ന് നിലച്ചു. ജനാലയിലൂടെ നോക്കിയ ഹീറോയിൻ കണ്ടത് തങ്ങളുടെ വീടിന് മുന്നിലെ മരത്തിൽ മെർസീന തൂങ്ങി മരിച്ചു കിടക്കുന്നതാണ്. അതൊരു സാധാരണ ആത്മഹത്യയായിരുന്നില്ല, മറിച്ച് ആ കുടുംബത്തിന് മേൽ മെർസീന വലിച്ചെറിഞ്ഞ ഒരു കടുത്ത ശാപമായിരുന്നു. 30 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. ഹീറോയിൻ്റെ മകൾ അരുമിൻ്റെ സ്കൂളിൽ കാണിക്കുന്നു. അവളുടെ ബർത്ത്ഡേ വരാൻ പോവാണ്, എല്ലാവരും വരണം എന്നെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂൾ മുറ്റത്ത് സ്റ്റാർട്ടിംഗ് സീനിൽ തൂങ്ങി മരിച്ച മെർസീനയുടെ പ്രേതത്തെ അരും കാണുന്നു. ചുറ്റുമുള്ള തൻ്റെ കൂട്ടുകാരെല്ലാം വികൃത രൂപികളായ പ്രേതങ്ങളാണെന്ന് അവൾക്ക് തോന്നുകയും ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അരുമിനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ്. ഹീറോയിൻ അരുമിനെയും കൂട്ടിക്കൊണ്ട് ഹീറോയിൻ്റെ മറ്റൊരു മകൾ ലിയയുടെ അടുത്തേക്ക് പോകുന്നു. ലിയ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. കൂടാതെ ലിയ ഹീറോയിൻ്റെ സ്വന്തം മകളല്ല, ദത്തുപുത്രിയാണ്. അരുമിന് മാനസിക രോഗമാണെന്ന് ലിയ പറയുമ്പോഴും ഹീറോയിൻ അറിയായിരുന്നു ഇതൊരു രോഗമല്ല, മടങ്ങി വന്ന ആ പഴയ ശാപമാണെന്ന്. അരുമിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, എനിക്ക് ശരിക്കും ഭ്രാന്താണോ എന്ന്. എന്നാൽ ഹീറോയിൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം കാറിലെ കണ്ണാടിയിലൂടെ അരും തൻ്റെ വികൃതമായ മുഖം കണ്ട് ഭയപ്പെടുന്നു. പക്ഷേ ഈ വിവരം അവൾ ഹീറോയിനോട് പറയുന്നില്ല. അങ്ങനെ അവർ വീട്ടിലെത്തുന്നു. ഹീറോയിന് മറ്റൊരു മകൻ കൂടിയുണ്ട്, അവൻ്റെ പേര് രാമ. വീട്ടിലെത്തിയ ഹീറോയിൻ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇവിടെയാണ് സിനിമയിലെ പ്രധാന രഹസ്യം വെളിപ്പെടുന്നത്. അരും ജനിച്ചത് ഫെബ്രുവരി 29-നാണ്. ഒരു ലീപ്പ് ഇയറിൽ ജനിച്ചതുകൊണ്ട് 4 വർഷത്തിലൊരിക്കൽ മാത്രമേ അവളുടെ ജന്മദിനം വരുന്നുള്ളൂ. ആ സമയത്ത് മെർസീനയുടെ ആത്മാവ് അവളെ വേട്ടയാടാനെത്തും. കഴിഞ്ഞ ജന്മദിനത്തിൽ അരുമിൻ്റെ ശരീരത്തിൽ മെർസീനയുടെ പ്രേതമെന്ന് ഹീറോയിൻ്റെ ഹസ്ബൻഡിനെ ഉപദ്രവിച്ചതും അദ്ദേഹം മരിച്ചതും ഹീറോയിൻ ഓർക്കുന്നു. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് മകളുടെ ശരീരത്തിലുള്ള ഈ ശാപം മാറ്റുന്നതിനായിട്ട് ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതവിടെയുള്ള ഡയറിയിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. അതെടുത്ത് നോക്കി നമ്മുടെ മകളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാണ് അയാൾ മരിച്ചുപോയത്. ഹീറോയിൻ പോയിട്ട് ആ ഡയറി എടുത്ത് നോക്കിയപ്പോൾ അതിലെ കുറേ മന്ത്രവാദികളുടെ പേരുകളും കാണുന്നു. അതിലാർക്കെങ്കിലും മകളുടെ ശാപം മാറ്റാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. അടുത്തതായിട്ട് അരുമനിയൻ രാമയോടൊപ്പം കളിക്കാൻ മുറ്റത്തേക്ക് പോകുന്നു. എന്നാൽ പെട്ടെന്ന് അവളിൽ ആ പ്രേതം കയറുന്നു. ഭ്രാന്തമായി ഊഞ്ഞാൽ കറക്കുന്ന അവൾ രാമയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് തടയാൻ ഓടിയെത്തുന്ന ഹീറോയിൻ്റെ കൈ മുറ്റത്തെ തുരുമ്പിച്ച ഇരുമ്പ് കമ്പിയിൽ തട്ടി ആഴത്തിൽ മുറിവ് പറ്റുന്നുണ്ട്. മകളുടെ ഉള്ളിലെ ആ ഭീകരത ഹീറോയിൻ തിരിച്ചറിയുന്നു. ഇനി ഫെബ്രുവരി 29-ന് വെറും 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അരുമിനെ സുഖപ്പെടുത്താനായിട്ട് മന്ത്രവാദികളെ തേടി ഹീറോയിനും മക്കളും യാത്ര തിരിക്കുന്നു. അങ്ങനെ അവര് ആദ്യത്തെ മന്ത്രവാദിയുടെ വീടിനടുത്ത് എത്തിച്ചേരുന്നു. ഈ സമയത്ത് ഒരു കൊച്ചുകുട്ടിയുടെ ഗോസ്റ്റ് കാറിന്റെ ഡോറിനടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് അരുമ് പേടിക്കുന്നുണ്ട്. അവർ വേഗം തന്നെ മന്ത്രവാദിയുടെ വീട്ടിലെത്തുന്നു. അരുമിനെ കണ്ടപാടെ അവളുടെ ശരീരത്തിൽ ഗോസ്റ്റ് ഉണ്ടെന്നും അതിനെ ഒഴിപ്പിക്കാൻ നിങ്ങൾ എനിക്ക് പണം നൽകണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ഇതേ സമയം ചെറിയ മകനായ രാമയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അരുമാണ് അവനെ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീടിന് പുറത്ത് നിൽക്കുമ്പോൾ അരുമിന് അവളെ കാറിന് പുറത്ത് കണ്ട ആ കുട്ടിയുടെ ഗോസ്റ്റിനെ കാണാൻ കഴിയുന്നു. ആ കുട്ടി അരുമിനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഈ മന്ത്രവാദി ഒരു നല്ല മനുഷ്യനല്ല, കുട്ടികളെ ബലികെടുക്കുന്ന ക്രൂരനായ ഒരു മന്ത്രവാദിയാണ്. ഇതിന് തെളിവായിട്ട്
അയാൾ കുട്ടികളുടെ മൃതദേഹം കുഴിച്ചു മൂടുന്നത് അരുമിനൊരു ദൃശ്യമായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ സമയം മന്ത്രവാദി അരുമിന് മേൽ ചില ആചാരങ്ങൾ നടത്താൻ അവിടേക്ക് എത്തുന്നു. അരുമിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആ പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. മന്ത്രവാദിയെ അത് കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ അവിടേക്ക് വന്ന് അയാളെ വെറുതെ വിടാനായിട്ട് പറയുമ്പോൾ അരുമിനുള്ളിലെ മെർസീനയുടെ ഗോസ്റ്റ് നീ എന്നേക്കാൾ വലിയ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രവാദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ബോധം വന്ന അരും തൻ്റെ കൈകളിൽ രക്തം കണ്ട് പേടിച്ച് നിലവിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹീറോയിൻ മക്കളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് സിദ്ധിയായ അമ്മ റുഹാനയെ കാണാനായിട്ട് എത്തുന്നു. അരുമിനുള്ളിലെ ആത്മാവ് വെറുമൊരു പ്രേതമല്ല, മറിച്ച് തലമുറകളായി ആ കുടുംബത്തെ വേട്ടയാടുന്ന കടുത്ത ശാപമാണെന്ന് റുഹാന തിരിച്ചറിയുന്നു. ഇതിൻ്റെ വേരുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഹീറോയിൻ്റെ ഭൂതകാലം ചികയുകയല്ലാതെ റുഹാനയ്ക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല. റുഹാനയുടെ മന്ത്രശക്തിയാൽ ഹീറോയിൻ തൻ്റെ ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. താനൊരു ചെറിയ പെൺകുട്ടിയായിരുന്ന കാലം, തൻ്റെ അച്ഛനും അമ്മയും വലിയൊരു കൊട്ടാര തുല്യമായ വീട്ടിൽ താമസിച്ചിരുന്ന കാലം, ഇതെല്ലാം അവൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാണുന്നു. ആ പഴയ ഓർമ്മകളിൽ ഹീറോയിൻ ഒരു സുപ്രധാന കാഴ്ച കാണുന്നു. തൻ്റെ വീടിന് തൊട്ടടുത്ത ഫാം ഹൗസിൽ മെർസീൻ എന്ന സ്ത്രീയും അവരുടെ മകൾ ഇടയും താമസിച്ചിരുന്നു. കുഞ്ഞായിരുന്ന ഹീറോയിൻ ഇടയ്ക്കൊപ്പം കളിച്ചിരുന്നു. എന്നാൽ ഹീറോയിൻ്റെ അച്ഛൻ അവരെ രോഗമുള്ളവർ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്നു. അച്ഛൻ്റെ ആ അവഗണനയും ക്രൂരതയുമാണ് ആ ശാപത്തിന് പിന്നിലെന്ന് ഹീറോയിന് മനസ്സിലാവുന്നു. ഹീറോയിൻ്റെ 4ാം ജന്മദിനത്തിൻ്റെ അന്ന് ഹീറോയിനും മാതാപിതാക്കളും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നാണ് കാറിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയ കുഞ്ഞു ഹീറോയിൻ ആ ഭീകരമായ കാഴ്ച കാണുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ അവൾ കണ്ടിരുന്ന ആ മെർസീന എന്ന സ്ത്രീയുടെ പ്രേതം കാറിന് മുകളിലേക്ക് ആഞ്ഞു വീഴുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം കാരണം കാർ നിയന്ത്രണം വിട്ട് മറിയാണ്. ഹീറോയിൻ്റെ കൺമുൻപിൽ വെച്ച് അവളുടെ അച്ഛനും അമ്മയും ആ അപകടത്തിൽ മരിക്കുന്നു. കാറ് തകരുമ്പോൾ ഹീറോയിൻ്റെ തലയ്ക്ക് കടുത്ത പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു അപരിചിതം വന്ന് അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഹീറോയിൻ അമ്മ റുഹാനയോട് പറയുന്നു. നീ ഇപ്പോൾ പറഞ്ഞ ആ ഗോസ്റ്റ് ഉണ്ടല്ലോ, അതിനെ എനിക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയില്ല. അതാണ് നിന്റെ മകളെ പിന്തുടരുന്നതെന്നും റുഹാന പറയുന്നു. ചടങ്ങിനിടെ അരുമിനെ മന്ത്രച്ചരടുകളാൽ ബന്ധിച്ചിരുന്നു. ഇതേ സമയം മെർസീനയുടെ ആത്മാവ് സാധാരണ ഒരു സ്ത്രീയെ പോലെ വന്ന് രാമയെ സ്വാധീനിക്കുകയും അവൻ ആ ചരടുകൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട അരും അവിടെയുള്ള ഒരു ജോലിക്കാരനെ ആക്രമിച്ചു. തടയാൻ വന്ന അമ്മ റുഹാനയെയും ആക്രമിക്കുന്നു. ആ ദുഷ്ടശക്തിയെ തടയാൻ തനിക്കാവില്ല എന്ന് പറഞ്ഞ് അവർ പിന്മാറുന്നു. അതിനുശേഷം ഹീറോയിനും മക്കളും അടുത്ത മന്ത്രവാദിയെ തിരിഞ്ഞു പോകുന്നു. അവസാന പ്രതീക്ഷയായി അവർ ആ മന്ത്രവാദിയെ കാണുന്നു. അയാൾ അവർ വന്ന പാടെ നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവളുടെ ജന്മദിനത്തിന് 2 ദിവസമുള്ളപ്പോഴാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ജന്മദിന ദിവസമെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ഗോസ്റ്റ് നിന്റെ മകളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുമായിരുന്നു. എനിക്ക് പോലും ഇവളെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ പേടിക്കണ്ട, നിന്റെ മകൾക്ക് ഒന്നും സംഭവിക്കില്ല. നിന്റെ ഭർത്താവും ഞാനും ഈ ഗോസ്റ്റിനെ നശിപ്പിക്കാൻ മുൻപ് തന്നെ ഒരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. അടുത്തതായിട്ട് അരുമിനും ലിയയ്ക്കും 2 ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്നു. അരുമിനാണ് പ്രശ്നമുള്ളത്. പിന്നെ തനിക്കെന്തിനാണ് ഈ ഡ്രസ്സ് തന്നതെന്ന് ലിയ ചിന്തിക്കുന്നുണ്ട്. അരുമിനെ കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലിയ അരുമിട്ടിരിക്കുന്നത് പോലുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് കണ്ട് ഹീറോയിൻ കാര്യം ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയില്ലെന്നാണ് ലിയ പറയുന്നത്. ചടങ്ങിനിടയിൽ അരും അലറി വിളിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ലിയയുടെ വായിൽ നിന്നും രക്തം വരുന്നു. ഇത് കണ്ട ഹീറോയിൻ ആ മന്ത്രവാദിയെ അടുത്തു പോയിട്ട് അരുമിലാണ് ഗോസ്റ്റ് ഉള്ളത്, അതിനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ലിയയുടെ വായിൽ നിന്നും രക്തം വരുന്നത് എന്ന് ചോദിക്കുന്നു. അവിടെ വെച്ച് ഒരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരുന്നു. അരുമിൻ്റെ ശരീരത്തിൽ നിന്നും ആ ഗോസ്റ്റിനെ ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന് ഹീറോയിൻ്റെ ഭർത്താവിന് നന്നായി അറിയാമായിരുന്നു. ലിയയെ സ്വന്തം മകളെ പോലെ ഹീറോയിൻ്റെ ഭർത്താവ് ദത്തെടുത്ത് വളർത്തിയതിന് കാരണം അരുമിനെ ബാധിച്ച ശാപം മറ്റൊരു ശരീരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു. അതിനുവേണ്ടി ദത്തെടുത്ത ഒരു പകരക്കാരി മാത്രമായിരുന്നു ലിയ. അരുമിനെ രക്ഷിക്കാനായിട്ട് ലിയയെ ബലി നൽകാൻ ഹീറോയിൻ്റെ ഭർത്താവും മന്ത്രവാദിയും പണ്ട് തന്നെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട് ലിയയും ഹീറോയിനും തകർന്നു പോവാണ്. മന്ത്രവാദി നടത്തിയ ചടങ്ങ് പകുതിക്ക് വെച്ച് നിന്നതിനാൽ അരുമിൻ്റെ ശരീരത്തിലേക്ക് ആ ഗോസ്റ്റ് തിരികെ വന്ന് അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കുന്നു. അവിടെയുണ്ടായിരുന്ന പാട്ടുകാരും നർത്തകരും ഗോസ്റ്റിൻ്റെ ശക്തിയിൽ സ്വയം കുത്തിയും തലയിടിച്ചും മരിക്കുന്നു. ആ മന്ത്രവാദിയെയും ഗോസ്റ്റ് ക്രൂരമായിട്ട് കൊന്നുകളയുന്നു. അതിനുശേഷം അരും സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അവസാനം ഹീറോയിനും മക്കളും ഹീറോയിൻ്റെ പഴയ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആ വീട്ടിലെത്തുമ്പോൾ ഹീറോയിന് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്.
അവരുടെ വീടിനടുത്തായിട്ട് ആടുകളെ വളർത്തിയിരുന്ന മെർസീന ശരിക്കും ഹീറോയിൻ്റെ അച്ഛൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. പിന്നീടാണ് അയാൾ ഭാര്യയെയും മകളെയും ഉപേക്ഷിച്ച് ഹീറോയിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത്. ഇതെല്ലാം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതേ സമയത്ത് അരും കരഞ്ഞുകൊണ്ട്, ആ ഗോസ്റ്റ് എൻ്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹീറോയിനോട് പറയുന്നു. ഹീറോയിനാണെങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ഉടൻ തന്നെ അരുമിൻ്റെ ശരീരത്തിലേക്ക് ആ ഗോസ്റ്റ് വരുന്നുണ്ട്. അവരരുമിൻ്റെ കൈയും കാലുമെല്ലാം കെട്ടിയിടുന്നുണ്ട്. ആ വീട്ടിലുള്ള ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിന് മറ്റു പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. ഹീറോയിനും മെർസീനയുടെ മകളും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മ വന്ന് ഇവളുടെ കൂടെ ഒന്നും നീ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. ആ വീടിൻ്റെ ഡൈനിങ് റൂമിലേക്ക് ചെല്ലുമ്പോൾ പിന്നെയും കുറച്ച് കാര്യങ്ങൾ അവൾ ഓർക്കുന്നു. ഹീറോയിനും അച്ഛനും അമ്മയും ഫുഡ് കഴിക്കുമ്പോൾ മെർസീന അവിടേക്ക് വന്നിട്ട് ഹീറോയിൻ കഴിക്കുന്നത് പോലെ അവരുടെ മകളെയും ഇവിടെ ഇരുത്തി ഭക്ഷണം കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അയാൾ ദേഷ്യത്തിൽ, നിന്റെ മകളെ പോലെ രോഗങ്ങളുള്ളവരെയൊന്നും ഇവിടെ ഇരുത്താൻ സാധിക്കില്ല, ഇവിടെയുള്ള മറ്റുള്ളവർക്ക് കൂടി അസുഖങ്ങൾ വരും, ഇത് നീ ഇനി ആവർത്തിക്കരുതെന്നും പറയുന്നു. അടുത്തതായിട്ട് ഹീറോയിൻ അവളുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് മെർസീന അവൾക്കൊരു പാവയെ കൊണ്ടുവന്ന് കൊടുത്തതും അത് കണ്ടപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ അത് പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ് കളഞ്ഞതുമെല്ലാം അവൾ ഓർക്കുന്നു. അവിടെയുള്ള വേറെ ഒരു ഫോട്ടോയിൽ അവരുടെ വീട്ടിലെ പഴയ ഡ്രൈവർ സുഭാഗീറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഹീറോയിന് എന്തോ മനസ്സിലായതുപോലെ മക്കളോട് സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അരുമുള്ള റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് വേഗം തന്നെ അയാളെ കാണാനായിട്ട് ഹീറോയിൻ പോകുന്നു. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഞാനും പോയിരുന്ന കാറ് ആക്സിഡൻ്റ് ആയപ്പോൾ നീ എങ്ങനെയാണ് കറക്റ്റ് അവിടെ വന്ന് എന്നെ രക്ഷിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനും പാരൻസും പോയിക്കൊണ്ടിരുന്ന കാർ ആക്സിഡൻ്റ് ആയപ്പോൾ അന്ന് ഹീറോയിനെ രക്ഷിച്ചിരുന്നത് ഈ സുഭാഗീർ ആയിരുന്നു. നിനക്കും മെർസീനയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഗീർ സത്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. ഹീറോയിൻ്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചത് മെർസീനയെ ആയിരുന്നു. അവർക്ക് ജനിച്ച മകൾക്ക് വൈകല്യങ്ങൾ ഉള്ളത് കണ്ട അയാൾ അവരെ വെറുക്കാൻ തുടങ്ങി. ആ കുഞ്ഞിനെ അയാളൊന്നും നോക്കിയതുപോലുമില്ല. അതിനുശേഷം അയാൾ ഹീറോയിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. ഹീറോയിൻ ഒരു കുഴപ്പങ്ങളുമില്ലാതെയാണ് ജനിച്ചത്. മെർസീനയെ വെറുമൊരു അടിമയെ പോലെയാണ് അയാൾ കണ്ടിരുന്നത്. മെർസീനയുടെ മകൾക്ക് അസുഖം വന്നപ്പോൾ അയാളൊന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ആ കുട്ടി ശ്വാസം കിട്ടാതെ മരിക്കുമ്പോൾ അയാൾ ഹീറോയിൻ്റെ ജന്മദിനം വലിയ രീതിയിൽ ആഘോഷിക്കുകയായിരുന്നു. മകൾ മരിച്ച ആ രാത്രിയിൽ മെർസീന അവളുടെ എല്ലാ ആടുകളെയും കൊന്നു കളഞ്ഞതിന് ശേഷം ഹീറോയിൻ്റെ കുടുംബത്തെയും കൊന്നുകളയാനായി വന്നപ്പോഴാണ് ഹീറോയിൻ സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാണുന്നത്. അതുകൊണ്ടാണ് അവരെ ഒന്നും ചെയ്യാതെ അവൾ പോയി സ്വയം തൂങ്ങി മരിച്ചത്. പക്ഷേ മെർസീനയുടെ ഗോസ്റ്റ് ഹീറോയിൻ്റെ കുടുംബത്തെ പിന്തുടരുന്നതിന് കാരണക്കാരൻ ഈ സുഭാഗീറാണ്. ഇയാൾക്ക് മെർസീനയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവളെ ഇല്ലാതാക്കിയവരെ നശിപ്പിക്കാനായിട്ട് മെർസീനയുടെ ശരീരത്തിൽ നിന്നെടുത്ത തൊലിയിൽ മന്ത്രങ്ങൾ ആവാഹിച്ച് അവളുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവന്നത് താനാണെന്ന് സുഭാഗീർ സമ്മതിക്കുന്നു. ഇതെല്ലാം കേട്ട ഹീറോയിൻ അയാളോട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യം അയാൾ അത് നിരസിക്കുന്നു. ഹീറോയിൻ വേഗം തന്നെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി വീട്ടിലേക്ക് കാടിനുള്ളിലൂടെ വേഗത്തിൽ പോകുന്നു. ഇതേ സമയത്ത് വീട്ടിൽ കാണിക്കുമ്പോൾ മെർസീനയുടെ ഗോസ്റ്റ് പൂർണ്ണമായും അരുമിൻ്റെ ശരീരത്തിൽ കയറി വാതിൽ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. പുറത്ത് ലീയും രാമയും പേടിച്ച് നിൽക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ കഴിയാതെ വീടിൻ്റെ സീലിംഗ് പൊളിച്ച് ഗോസ്റ്റ് പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് ലിയയുടെ കൂടെയുള്ള അനിയൻ രാമയെ കാണാതെ അവൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ പേടിച്ച് ബാത്റൂമിനുള്ളിൽ നിൽക്കുന്നു. ലിയ അവനടുത്തേക്ക് ചെന്നതും ബാത്റൂം ഡോർ ക്ലോസ് ആവുന്നു. സുഭാഗീറിനെ കണ്ട ഹീറോയിൻ തനിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാട് പെട്ടെന്ന് നിശബ്ദമാകുന്നു. പിന്നെ കേൾക്കുന്നത് കരിയിലകൾക്ക് മുകളിലൂടെ ആരോ ഓടുന്ന ശബ്ദമാണ്. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ മരങ്ങൾക്കിടയിൽ മെർസീനയുടെ വികൃതമായ രൂപം. മെർസീന ഹീറോയിൻ്റെ മുൻപിൽ അരുമിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന അരുമിനെ കണ്ട് ഹീറോയിൻ അലറിക്കരയുന്നുണ്ട്. ഹീറോയിനെ ആ ഗോസ്റ്റ് വല്ലാതെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വീട്ടിലെത്തിയപ്പോൾ ഹീറോയിൻ പൂട്ടിയിട്ടിരുന്ന റൂമിൽ അരുമില്ലായിരുന്നു. ഹീറോയിൻ അരുമിനെയും തിരഞ്ഞ് ആ കാട്ടിലേക്ക് തന്നെ തിരികെ എത്തിയപ്പോൾ മെർസീനയുടെ നിയന്ത്രണത്തിലുള്ള അരും ഒരു മലയുടെ അറ്റത്തു നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഹീറോയിൻ അവളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അമാനുഷിക ശക്തിയുള്ള അരുമിന്റെ മുന്നിൽ അവൾ പരാജയപ്പെടുന്നു. ആ നിർണായക നിമിഷത്തിൽ മനസ്സ് മാറിയ സുഭാഗീർ അവിടെ എത്തുകയും താഴേക്ക് ചാടാൻ പോയ അരുമിനെ ഓടിച്ചെന്ന് പിടിച്ചുമാറ്റി രക്ഷിക്കുകയും ചെയ്യുന്നു. അരുമിനെ രക്ഷിക്കാൻ സുഭാഗീർ അവളെ കാടിനുള്ളിലെ പുഴയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അയാൾ അവസാനത്തെ ആവാഹന കർമ്മം തുടങ്ങുന്നു. സുഭാഗീർ തന്റെ കയ്യിലുള്ള ആ മന്ത്രം ചെയ്ത തൊലി
കത്തിക്കുകയും പുഴയിലെ വെള്ളത്തിൽ വെച്ച് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ മെർസീനയുടെ ആത്മാവ് അരുമിന്റെ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്നു. ആത്മാവ് പുറത്തു വന്നെങ്കിലും അത് കൂടുതൽ ക്രൂരമായി മാറി പുഴയിലെ വെള്ളത്തിനടിയിലേക്ക് അത് അവരെ വലിച്ചിഴയ്ക്കുന്നു. ആ പോരാട്ടത്തിനിടയിൽ മെർസീന സുബാഗിറിനെ വെള്ളത്തിനടിയിൽ വെച്ച് അതിക്രൂരമായി കൊല്ലുന്നു. അയാളുടെ തല ശരീരത്തിൽ നിന്ന് തന്നെ വേർപെടുത്തുന്നുണ്ട്. സുബാഗിർ കൊല്ലപ്പെട്ടതോടെ മെർസീന വീണ്ടും അരുമിന്റെ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ തന്റെ മകളെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ട ഹീറോയിൻ ആ ആത്മാവിനോട് തന്നെ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. മെർസീന അരുമിനെ വിട്ട് ഹീറോയിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഹീറോയിന്റെ ഉള്ളിൽ മെർസീന പ്രവേശിച്ചതും അവൾ അരുമിനെ കൊല്ലാൻ മുന്നോട്ട് വരുന്നു. എന്നാൽ തന്റെ ഉള്ളിലെ മാതൃസ്നേഹം കൊണ്ട് ഹീറോയിൻ ആ ആത്മാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. തന്റെ ശരീരം ഉപയോഗിച്ച് മകളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് സ്വയം മരണത്തിന് കീഴടങ്ങുന്നു. ഹീറോയിൻ മരിക്കുന്നതോടെ ആ ശരീരത്തിൽ കുടുങ്ങിയ മെർസീനയുടെ ആത്മാവും എന്നേക്കുമായി ഇല്ലാതെയാകുന്നു. സിനിമ അവസാനിക്കുന്നത് അരും, ലിയ, രാമ എന്നിവർ ഹീറോയിന്റെ കല്ലറയ്ക്ക് മുൻപിൽ നിൽക്കുന്നതോടെയാണ്. ലിയ ഇപ്പോൾ അവർക്ക് ഒരു അമ്മയെ പോലെ തണലായി മാറുന്നു. പഴയ ശാപം അവസാനിച്ചെങ്കിലും അതിനായി ഹീറോയിൻ നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഒരമ്മയുടെ സ്നേഹത്തിന് ഏതൊരു ശാപത്തെയും തോൽപ്പിക്കാനാകും എന്ന സന്ദേശത്തോടെയാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.